ഹേ ഗായ്സ്, അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പൊ ഇതിന് ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. ഞാൻ നോർമലി അധികം ആരോടും സംസാരിക്കാത്ത ആളാണ്. പക്ഷെ ഇങ്ങനെ ചാനൽ വോയിസ് ഓവർ കൊടുത്ത് ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി. ആദ്യം എനിക്കൊരു പേടിയൊക്കെ ഉണ്ടാകുന്നു, എങ്ങനെ ഇത് വോയിസ് ഓവർ കൊടുക്കുക, എങ്ങനെയാവും തെറ്റുമൊക്കെ. ഇപ്പൊ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതായി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഷേക്കിന്റെ റെസിപ്പി നോക്കിയാലോ. 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് നമുക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫ്രോസൺ മിൽക്ക് വേണ്ടത്, അതായത് നമ്മളെ പാല് ഫ്രീസ് ചെയ്ത് വെച്ചത്. പിന്നെ ഇതാ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പഴം ശ്രദ്ധിച്ചു, നിങ്ങൾ ഡബിൾ ആയിട്ടുള്ള പഴം. ഇങ്ങനത്തെ പഴം കഴിച്ചാൽ ആദ്യമൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടോ, എന്താ ടിൻസ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഞാൻ അധികം കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ടിൻ ബേബീസ് ആട്ടോ. അതൊക്കെ വെറുതെ പറയണേ, ഈ ഡബിൾ പഴം കഴിച്ചാലൊക്കെ ടിൻസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ. അതൊക്കെ ഒരു ജീനിന്റെ ഭാഗമായിട്ടാണ് വരിക. ഇവിടെ ഇക്കാന്റെ ഫാമിലിയിൽ കുറേ ട്വിൻസുകളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കും ട്വിൻസായി. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ നമുക്ക് ഷേക്കിന്റെ ആയിരുന്നു. പിന്നെ നമുക്ക് ഷുഗർ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാ. നമുക്ക് മധുരം എത്ര വേണ്ട അതിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സോ ഏതാ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്. പിന്നെ ഉണ്ടല്ലോ ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം എടുക്കുക. നേന്ത്രപ്പഴം വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ച പാലില്ലേ, അത് പീസ് ആക്കിയിട്ട് നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതുണ്ടോ, ഞാൻ കാട്ടിനുള്ളിൽ ഈ പൊട്ടച്ചിറക്കം കാട്ടുക കേട്ടോ. നിങ്ങൾ മറ്റേ ഇഞ്ചിക്കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉടക്കാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഫ്രീസ് ചെയ്ത പാല് പീസാക്കിയിട്ട് നമ്മൾ ജാറിലോട്ട് കുറച്ചിട്ടായി. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലിന്റെ പാക്കറ്റ് ആട്ടോ. അപ്പൊ നമുക്ക് 2 പാർട്ടായിട്ട് നമുക്ക് അടിച്ചെടുക്കാട്ടോ ഷേക്ക്. അപ്പൊ ആദ്യം നമ്മൾ ജാറിലോട്ട് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ച പാലില് അതിന്റെ ഒരു ഭാഗം നമ്മൾ അതിക്ക് കുറച്ചിടുക. എന്നിട്ട് പിന്നെ അതിലോട്ട് ഒരു പഴം ചേർക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗറും കുറച്ച് ചേർത്തിട്ട് അതിലോട്ട് നമ്മൾ ആ ബൂസ്റ്റ് കുറച്ച് ഇടുക. ഫുള്ളായിട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടത്. അപ്പൊ എല്ലാം പാടെ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് പാർട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ. ഓവർ വെള്ളം പോലെ ആവരുത്. അപ്പൊ അതിന്റെ ആ ഷേക്കിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു മൊഞ്ചല ക്ലാസ് എത്തോളിയും അതിലോട്ട് ഇങ്ങനെ ഷേക്ക് ഇങ്ങനെ അതിലോട്ടാക്കിയിട്ട് അതിലോട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ബൂസ്റ്റും പിന്നെ കുറച്ച് ആർഭാടത്തിൽ നട്ട്സ് വേണമെങ്കിൽ വേണ്ടവർ ഇട്ടോളിയും. ഞാൻ തപ്പം ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട് നട്ടിട്ടില്ല കേട്ടോ. അപ്പൊ തന്നെ നമ്മൾ ഷേക്ക് ഇത് ഇവിടെ റെഡി ആയിക്കണു. അതിന്റെ പേര് പറയാൻ വിട്ടുപോയില്ലേ, ഇതാണ് നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്താക്കാൻ മറക്കല്ലേ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.